തേങ്ങ ചുട്ടെടുത്ത ചമ്മന്തി. ഇതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ: ഒരു മുറി തേങ്ങ കൊത്തെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത്, ഉണക്കമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, വേപ്പിൻ്റെ ഇല, ഒരു 3 ചുള ചുവന്നുള്ളി. ഇപ്പോൾ ചുവന്നുള്ളി ഇല്ലെങ്കിൽ നമുക്ക് ഒരു ചെറിയ കഷ്ണം സവാള എടുക്കുക, ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള വാളംപുളി, പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് തേങ്ങ ചുട്ട് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കണം. കാരണം നമ്മൾ ഈ തേങ്ങയ്ക്ക് വറുത്തെടുക്കുമ്പോൾ എണ്ണയൊന്നും ഒഴിക്കാണ്ട് വറുത്തെടുക്കണേ. അപ്പം നല്ല കട്ടിയുള്ള പാൻ ആയിരുന്നില്ലെങ്കിൽ പെട്ടെന്ന് അതിനകത്ത് പുക കയറി പിടിച്ചിട്ട് നമുക്ക് തേങ്ങയൊന്നും ശരിക്കും നന്നായിട്ട് വറുത്ത് കിട്ടില്ല. അപ്പോൾ നമ്മൾ ചീഞ്ഞിട്ട് നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ തേങ്ങ കൊത്തിടാം. ഇനി നമുക്ക് ചെറു തീയിലിട്ടിട്ട് ഈ തേങ്ങക്കൊത്തൊന്ന് വറുത്തെടുക്കാം. തേങ്ങക്കൊത്ത് ഇങ്ങനെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. നമ്മളിത് എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറു തീയിലിട്ടിട്ട് എല്ലാം ഇങ്ങനെ നന്നായിട്ട് എല്ലായിടത്തേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് വയ്ക്കുക കൊടുക്കും. പിന്നെ ഓരോ സൈഡ് മുരിഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് മറിച്ചിടാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ തന്നെ വയ്ക്കാം. നമ്മളെപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ സൈഡ് മുരിയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. ഇതിനകത്ത് നമ്മൾ വേറെ എണ്ണ ഒഴിച്ചിട്ട് നമ്മളിത് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ശരിക്കും ചുട്ട തേങ്ങയുടെ ടേസ്റ്റ് കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങയുടെ ഉള്ളിൽ നിന്ന് വരുന്ന എണ്ണ കൊണ്ട് തന്നെ ഈ തേങ്ങ മുരിഞ്ഞെടുക്കണം. ഇങ്ങനെ തന്നെ കശുവണ്ടിക്കും നമ്മൾ അടുപ്പിൽ ചുട്ടെടുക്കണ കശുവണ്ടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മളത് എണ്ണയിലിട്ടിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് പച്ച കശുവണ്ടി വാങ്ങിച്ചിട്ട് നമ്മൾ അത് എണ്ണ ഒഴിക്കാണ്ട് ഇതേപോലെ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ചുട്ടെടുക്കണ കശുവണ്ടിയുടെ ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ തേങ്ങക്കൊത്ത് മുരിഞ്ഞിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് ചൂടായിപ്പോൾ ആ തേങ്ങയുടെ ഉള്ളിൽ നിന്ന് തന്നെ എണ്ണ വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് കഴുകിയിട്ട് ഇടുക. ഈ മുളകും കൂടി നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ മുളകും നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജാർ എടുത്തിട്ട് ജാറിലേക്ക് നമുക്ക് ഇതിടാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വേപ്പിൻ്റെ ഇലയും ഉള്ളിയും ചേർക്കാം. ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി ചേർക്കാം. ഈ വാളംപുളിയും ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അധികം വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. തേങ്ങ ചുട്ടെടുത്തിട്ട് അരച്ചെടുത്ത ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഈ ചമ്മന്തിക്ക് നല്ലൊരു മണമുണ്ട്. കാരണം നമ്മൾ ആ തേങ്ങ ചുട്ടെടുത്ത് അരച്ചാനും അതിൻ്റെ നല്ലൊരു സ്മെല്ലുണ്ട്. ഇത് നമുക്ക് ഇഡ്ഡലിയുടെ കൂടെയോ അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ്.